നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഇപ്പം പഠിക്കാൻ പലരും തുടങ്ങുന്നുണ്ട്. ജൂൺ 1 തീയതി മുതൽ, ഞാൻ എപ്പോഴും പറയും, ജൂൺ 1 തീയതി മുതൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 28 ദിവസം, ജൂൺ 29 ഈ പരീക്ഷ. എന്നിട്ട് പലരും പറയുന്നുണ്ട്, സാറേ മഴയൊക്കെ ഇല്ലയോ, പരീക്ഷ മാറ്റും. ഇതാണ് നിങ്ങളെ ഏറ്റവും ചതിക്കുന്ന സാധനം. അങ്ങനെ വിചാരിച്ചിരിക്കുകയരുത്. നമ്മുടെയൊക്കെ എല്ലാ ബാച്ചസും ഫുള്ളായിട്ട് പോകുന്നതിനുള്ള കാരണം കുട്ടികൾക്ക് അതുപോലെ പഠിക്കാനുള്ള താല്പര്യമുണ്ട്, ജയിക്കണമെന്നുള്ള താല്പര്യമുണ്ട്. അന്നേരം മാക്സിമം നിങ്ങൾ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോസൊക്കെ. കാരണം ജയിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ജയിക്കുന്നെങ്കിൽ നമുക്കും വളരെ സന്തോഷമാണ്. കാരണം ഒരു 99% എല്ലാ വർഷവും നമ്മൾ വിജയം കൊണ്ടുവരുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ വിളിച്ച പല അധ്യാപകരും ചോദിച്ചത്, സാറേ ഇത്രയും വിജയ ശതമാനം എങ്ങനെ? കാരണം പല ജില്ലകളിലെ കുട്ടികളുണ്ട്, വെളിയിൽ നിന്നുള്ള, ഇപ്പം ഗൾഫിൽ നിന്നൊക്കെയുള്ള കുട്ടികളും നമ്മുടെ കേരള സ്റ്റേറ്റിൽ എഴുതി തോൽക്കുന്ന കുട്ടികളുണ്ട്. എന്നിട്ട് ഇവരെങ്ങനെയാണ് നമ്മൾ ഇത്രയും വിജയ ശതമാനം എത്തിക്കുന്നത് നോക്കിയപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഒറ്റ കാരണമുണ്ട്. നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും 30 അല്ലെങ്കിൽ 35, സാധാരണ 30-35 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു 14 ദിവസമൊക്കെ കഴിയുമ്പം അത്യാവശ്യമൊക്കെ ഇത് ബേസും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് റിവിഷൻ തുടങ്ങുമ്പോൾ ഈ 30-35 ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. എന്നാൽ അതിൻ്റെ ഗുണം എന്തുവാ? അത് ചുമ്മാതെ ഒരു അധ്യാപകൻ തയ്യാറാക്കി പറ്റത്തില്ല. ഇവിടെ നമ്മൾ അധ്യാപകർ ഒരു കൂട്ടം എല്ലാ സബ്ജക്റ്റിനും കുത്തിയിരുന്ന് തയ്യാറാക്കുന്നതായിരിക്കും. അതിന് നല്ല ശതമാനം ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിക്കും എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഡബിൾ പാസ് മാർക്കോ അല്ലെങ്കിൽ 45-50 മാർക്ക് കുട്ടികൾക്ക് കിട്ടുന്നത്, നേരത്തെ വർഷങ്ങളിൽ കിട്ടിയതും ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. അത് ഓരോ വർഷത്തെയും സിലബസിന്റെ മാറ്റവും ക്വസ്റ്റ്യൻ്റെ രീതി അനുസരിച്ചാണ് ഇത് തയ്യാറാക്കുന്ന അധ്യാപകർ. അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ. അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് തൂക്കുന്നത്? കാരണം 30 ക്വസ്റ്റ്യൻ ഒരു ദിവസം നിങ്ങൾ 3 ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചാൽ അടുത്ത 10 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചു തരത്തില്ലേ? തീരും. ഇതിനകത്ത് സീക്രട്ട് ഒന്നുമില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന അധ്യാപകർ എല്ലാം നല്ല ക്രെഡിബിലിറ്റി ആയിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളെ റെഗുലർ വിദ്യാർത്ഥികളുടെ കൂട്ട് തന്നെയാണ് ഞാനൊക്കെ കാണുന്നത്. കാരണം ഒരു വട്ടം ഇച്ചിരി മാർക്ക് കുറയുന്നതിനാണ് നമ്മൾ തോക്കുന്നതെന്ന് പറയുന്നത്. മാർക്ക് കുറയുന്നൊന്നും വിഷയമല്ല. നമുക്ക് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ജയിച്ച് ഗംഭീരമായിട്ട് വരാം. നിങ്ങൾ തോറ്റെന്ന് പോലും എനിക്ക് പറയുന്ന നാട്ടുകാരോടും ബാക്കി ബന്ധുക്കളോടൊന്നും പറയരുണ്ട. കാരണം നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും. പ്രത്യേകിച്ച് നല്ല കോഴ്സ്, നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടണം. ഓഫ്ലൈൻ ക്ലാസ് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കണമെന്നില്ല. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നല്ല അടിപൊളി ക്ലാസ്. അപ്പോൾ നമ്മുടെയൊക്കെ സിമ്പിൾ ക്ലാസ് കേട്ട് പഠിച്ചാൽ നിങ്ങൾ ജയിച്ചിരിക്കും. അന്നേരം ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാം. ഒരു ടെൻഷൻ വേണ്ട. അന്നേരം ഈ 30 ചോദ്യങ്ങൾ അടിപൊളിയായിരിക്കും. ആ 30 ചോദ്യങ്ങളിൽ നിന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് 80% മാർക്ക്. ഓക്കെ, അന്നേരം ബാച്ച് ജോയിൻ ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.